സാറേ, മായം ചേർക്കൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടിൽ തട്ടുകട നടത്തിയ കരടി ചേട്ടനും ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തി. ഇതുകൊണ്ട് കാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന് അറിയണ്ടേ? ഇതാ ഈ കഥ കണ്ടോളൂ. ഒരു ചായ പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. ഇന്നെങ്ങാനും ചായ കിട്ടുമോ? ആനപ്പൻ സാർ തിടുക്കം കൂട്ടല്ലേ. ചായ നന്നായി ചൂടാറ്റി തന്നില്ലെങ്കിൽ തുമ്പിക്കൈ പൊള്ളും. ഞാനിതൊന്ന് ചൂടാറ്റിക്കോട്ടെ. ഞാൻ പറഞ്ഞത് കപ്പ ബിരിയാണി ആയിരുന്നു. അതാണ് ഈ അടുപ്പിലിരിക്കുന്നത്. കാട്ടിൽ കപ്പ സപ്ലൈ ചെയ്യുന്ന തൊരപ്പനല് കപ്പ കൊണ്ടുവരാൻ വൈകി. അതാണ് കപ്പ ബിരിയാണി റെഡിയാവാൻ താമസിച്ചത്. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യൂ, ഇപ്പൊ ശരിയാക്കി തരാം. പറ്റില്ല, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ പോകുന്നു. പോകല്ലേ കടുവച്ചാരെ. നല്ല കാട്ടുപോത്തിന്റെ നട്ടല്ലിട്ട് പുഴുങ്ങിയ കപ്പ ബിരിയാണിയാണ്. അത് കഴിച്ചിട്ട് പോകരുതോ? കാട്ടുപോത്തിന്റെ എല്ലിട്ട് പുഴുങ്ങിയതാണെങ്കിൽ അത് കഴിച്ചിട്ട് പോകാം. ആനപ്പൻ സാറേ, ഇതാ ചായ. ഓ, എന്തൊരു മധുരം! ആനപ്പൻ സാറായതുകൊണ്ട് മധുരം ഇത്തിരി കൂട്ടിയിട്ടതാ. കൊള്ളാമോ? എനിക്ക് മധുരം കഴിക്കാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? മധുരമിടാത്ത ചായ വേണമെന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ചായ വേണമെന്ന് മാത്രമേ ആനപ്പൻ സാറ് പറഞ്ഞുള്ളൂ. മധുരം വേണ്ടെന്ന് പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. തന്റെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഒരു ചായ കൂടി പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ആനപ്പൻ സാറേ, ഈ ചായ ഞാൻ കുടിച്ചോളാം. സിംഹവാല, ചില്ലിക്കോഴിയും പൊറോട്ടയും പോരട്ടെ. ചിക്കൻ ഏതാണ് വേണ്ടത്? കാട്ടുകോഴിയോ കുളക്കോഴിയോ? കുളക്കോഴി പോന്നോട്ടെ. ഹോ, ചിക്കന്റെ മണം മൂക്കിലേക്ക് തുളച്ചു കയറുന്നു. കരടിയാശാനെ, കപ്പ ബിരിയാണി വേണ്ട, പൊറോട്ടയും കാട്ടുകോഴിയും മതി. ഓ, ആയിക്കോട്ടെ. ആനപ്പൻ സാറിന് ഒട്ടകപ്പച്ചിയുടെ മുട്ട ഓംലെറ്റ് എടുക്കട്ടെ? ഒന്നും വേണ്ട. ഷുഗറും കൊളസ്ട്രോളും ഉള്ളതുകൊണ്ട് ഭക്ഷണം നിയന്ത്രിക്കണമെന്നാണ് വൈദ്യം പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണം നിയന്ത്രിച്ചിട്ടും തടി കുറയുന്നില്ല അല്ലേ? യോഗ പരിശീലിക്കാമായിരുന്നില്ലേ? ഓ, അതൊക്കെ ബുദ്ധിമുട്ടാണെന്നേ. തലകുത്തി നിൽക്കാനൊന്നും എനിക്ക് വയ്യ. ഇതാ പൊറോട്ടയും കോഴി. ഇതാ ആനപ്പൻ സാറിന് മധുരമിടാത്ത ചായ. സിംഹവാല, മഴയ്ക്കുള്ള ലക്ഷണം കാണുന്നുണ്ട്. ഇന്ന് കട നേരത്തെ അടയ്ക്കേണ്ടി വരും. സിംഹവാല, ബാക്കി വന്ന കപ്പ ബിരിയാണി ആ വേസ്റ്റ് കുഴിയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞേക്ക്. എന്താ ആശാനേ ഇത്? ഇത്രയും കപ്പ ബിരിയാണി കൊണ്ടുപോയി കളയാനോ? അല്ലാതെ പിന്നെ ഇതെന്തു ചെയ്യാനാ? നമ്മളെ കൊണ്ട് തന്നെ തിന്നു തീർക്കാൻ പറ്റുമോ? ആശാനിനിയും കച്ചവടം ചെയ്ത് ജീവിക്കാൻ പഠിച്ചിട്ടില്ല. ഇതൊന്നും കളയേണ്ട ആവശ്യമില്ലെന്നേ. എടുത്തു വെച്ചിട്ട് നാളെ ചൂടാക്കി കൊടുക്കണം. ഇന്നത്തെ നഷ്ടം നാളത്തെ ലാഭം, അല്ലാതെ പിന്നെ. എന്നാലും അത് വേണോ? എന്റെ ആശാനെ, എന്നും ഈ തട്ടുകട കൊണ്ട് ജീവിക്കാനാണോ പരിപാടി? ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ ആശാനും വേണ്ടേ? വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോടാ? ഉണ്ട്. ആശാനൊന്ന് മനസ്സ് വെച്ചാൽ ഈ തട്ടുകടയിൽ നിന്ന് കാശുണ്ടാക്കി ഇവിടെ തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പണിയാം. 5 സ്റ്റാർ ഹോട്ടൽ? എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ലേ. കഴിയണം ആശാനെ, കഴിയണം. ആശാൻ മുതലാളിയും ഞാൻ മാനേജരായും ആ ഹോട്ടലിൽ അങ്ങനെ സുഖിച്ചിരിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഓ, ഞാനതൊന്ന് കാണട്ടെ. ആശാനെ, ആശാനെ, സ്വപ്നം കണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് പോകണ്ടേ? അയ്യോ, സമയം ഒരുപാടായല്ലേ, നമുക്ക് പോകാം.
ആശാനെ, ഞാൻ പറഞ്ഞതുപോലെ തട്ടുകടയ്ക്ക് മാറ്റം വരുത്തിയപ്പോൾ അടിക്കടി കച്ചവടം മെച്ചപ്പെടുന്നത് ആശാൻ കാണുന്നില്ലേ? തീർച്ചയായും നിന്നെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇതുപോലെ ഒരു വർഷം കച്ചവടം നടന്നാൽ അടുത്ത വർഷം നമുക്ക് ഈ കാട്ടിലൊരു 5 സ്റ്റാർ ഹോട്ടൽ പണിയാം. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ മേന്മയല്ല, കടയുടെ ഭംഗിയും നമ്മുടെ ഈ വേഷവിധാനങ്ങളും ഒക്കെയാണ് എല്ലാവരെയും ഇവിടേക്ക് ആകർഷിക്കുന്നത്. അതു പിന്നെ എനിക്കറിയില്ലേ. 4 ദിവസമായ ചിക്കനും മട്ടനും കപ്പ ബിരിയാണിയും ഒക്കെ അല്ലേ നമ്മൾ ഇവിടെ ചൂടാക്കി കൊടുക്കുന്നത്. അതെ അതെ, കഴിക്കുന്നവർക്കെല്ലാം നിറഞ്ഞ സംതൃപ്തി, ഒരു പ്രത്യേക രുചിയാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പെട്ടിയിൽ പണം വീഴണമെങ്കിൽ ഇങ്ങനെ തന്നെ കച്ചവടം ചെയ്യണം. അതാ 2 പേർ വരുന്നുണ്ട്. ഇവിടെ എന്താണുള്ളത്? സിംഹവാല, കാട്ടിലെ പള്ളിക്കുടത്തിലേക്ക് 25 ഷവർമ ആനപ്പൻ സാറ് ഓർഡർ ചെയ്തിട്ട് പോയതാണ്. അത് വേഗം കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുത്തേക്കാം. ഹലോ, ഇവിടെ എന്താണുള്ളതെന്ന്? ഉപ്പനെ ഉപ്പിലിട്ടത്, നത്തിനെ കൊത്തിയെരിഞ്ഞത്, കടുവയെ കടുകിട്ട് വറുത്തത്, കുറുക്കനെ കുറുക്കി വെറ്റിച്ചത്, പിന്നെ കാട്ടുകോഴി, കുളക്കോഴി, കാലം കോഴി, ഇങ്ങനെ ചിക്കൻ ഐറ്റം വേറെയും. ഇവിടെ ഷവർമ ഇല്ലേ? ഉണ്ടല്ലോ ആശാനെ, ഞാൻ ഈ ഷവർമ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. സിംഹവാല, കാശ് മേടിച്ചോണം കേട്ടോ. ആ, ഇവിടെ എന്താ പറഞ്ഞത്? പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? ഞങ്ങൾക്ക് 2 ഷവർമ വേണം. നോക്കട്ടെ, ചിലപ്പോ 2 എണ്ണം കൂടി എടുക്കാനുണ്ടാകും. എന്താ അച്ഛാ ഈ ഷവർമ? അത് പണ്ട് ഈ കേരള നാട്ടിൽ വർമ്മമാരുണ്ടാക്കി കഴിച്ചിരുന്ന ഒരു സാധനമാണ് ഷവർമ. ഓ, അത് ശരി. ഇതാ ഷവർമ, ഇനി ഉണ്ടാകില്ല കേട്ടോ. ഹായ്, ഷവർമ കൊള്ളാം. കരടിയാശാനെ, ഞാൻ ഇന്നലെ കഴിച്ചിട്ട് പോയ ആ മാർത്താണ്ഡ വർമ്മ ഒരെണ്ണം വേണമല്ലോ. മാർത്താണ്ഡ വർമ്മയല്ലടോ, ഷവർമ. ഓ, എന്ത് വർമ്മയെങ്കിലും ആവട്ടെ, ഒരെണ്ണം പൊതിഞ്ഞെടുത്തോ. കടുവച്ചാരെ, ഷവർമ ഉണ്ടാകില്ല, മുഴുവനും തീർന്നു. എന്താ പറഞ്ഞേ? മുഴുവൻ തീർന്നെന്നോ? കച്ചവടവും കടയും എല്ലാം മെച്ചപ്പെട്ടപ്പോൾ പഴയ പറ്റുപടിക്കാരെ മറന്നോ? കടുവച്ചാരെ, വെറുതെ വഴക്കുണ്ടാക്കാൻ നിക്കല്ലേ. മോനെ, കുരകനുണ്ണി, എന്ത് പറ്റിയടാ? അയ്യോ, കുട്ടി ഛർദിക്കുന്നല്ലോ. വേഗം വൈദ്യന്റെ അടുത്ത് എത്തിക്കാം. അയ്യോ, എന്റെ മോനെ, എന്ത് പറ്റിയടാ മോനെ? സിംഹവാല, ഒന്ന് വേഗം വാ. എന്ത് പറ്റിയ ആശാനെ? എടോ, ആകെ പ്രശ്നമായി. ഇവിടെ വന്ന് ഷവർമ കഴിച്ച ആ കുരങ്ങച്ചന്റെ മകൻ ഛർദിച്ച് അവശനായി. ആണോ? എന്നിട്ട്? താങ്ങിയെടുത്ത് വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആശാൻ ഇന്നലെ കളയാൻ വെച്ചിരുന്ന കാട്ടുകോഴിയുടെ ഇറച്ചി കൊണ്ടാണ് ഞാൻ ഷവർമ ഉണ്ടാക്കിയത്. അത് നീ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. അത് ഞാൻ മറന്നുപോയി. സിംഹവാല, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം അവര് വന്ന് ചെയ്തോളും. എല്ലാം വരുത്തി വെച്ചിട്ട് അവൻ തടി തപ്പി. നീ സ്കൂൾ കുട്ടികൾക്ക് മോശപ്പെട്ട ഷവർമ കൊടുത്തയച്ചു അല്ലേ? നിന്നെ ഞാൻ ശരിയാക്കുമെടാ. അയ്യോ, നിങ്ങൾ എന്നെ കൊല്ലല്ലേ, എനിക്ക് തെറ്റു പറ്റിയതാടേ.
ഇവനെ ഉപദ്രവിച്ചതുകൊണ്ട് കാര്യമില്ല. 25ഓളം കുട്ടികളെയാ വൈദ്യശാലയിൽ എത്തിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നിന്റെ മകനുമുണ്ട്. എന്റെ മോനോ? അതെ, നീ കൊടുത്തയച്ച വിഷാംശം കലർന്ന ഷവർമ്മ നിന്റെ മകൻ കരടിക്കുട്ടനും കഴിച്ചു. എന്റെ പൊന്നുപോലെ കരടിക്കുട്ട. ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിലും ദാനമായിട്ടാണെങ്കിലും നന്മ നിറഞ്ഞ മനസ്സോടെ നല്ല ഭക്ഷണം കൊടുത്താൽ അത് മഹാപുണ്യമാണ്. എന്റെ ചുണ്ടിന് കുറച്ചുകൂടി നീളമുണ്ടായിരുന്നെങ്കിൽ ഇര പിടിക്കാൻ എളുപ്പമായേനെ. കൊക്ക് തന്റെ ആഗ്രഹം സാധിക്കാനായി വനദേവതയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് വനദേവത പ്രത്യക്ഷപ്പെട്ടു. വനദേവത വരവും നൽകി. വരമോ? എന്ത് വരം? പറയാം. കൊക്കിന് ആവശ്യം പോലെ നീട്ടാനും ചുരുക്കാനും കഴിയുന്ന ഒരു മാന്ത്രിക ചുണ്ട് സമ്മാനിച്ചു. ഹായ്, ഇത് കൊള്ളാമല്ലോ. ഇനി മീനുകളെയും തവളകളെയും പിടിക്കാൻ വളരെ എളുപ്പം. ഇവനെ കാരണം ഇവിടെ ജീവിക്കാൻ വയ്യാതെയായി. ശരിയാണ്, വരം കിട്ടിയ ശേഷം ഇവൻ വലിയ അഹങ്കാരിയായി മാറി. ഈ മാന്ത്രിക ചുണ്ടുള്ളപ്പോൾ ചെറിയ ജീവികളെ പിടിച്ച് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഹായ്, കൊള്ളാമല്ലോ. ഇന്നത്തെ ശാപ്പാട് ഇവൻ തന്നെ. ഇതെന്താ? ഇതെന്റെ മാന്ത്രിക ചുണ്ടാണ്. നിന്നെ ഞാൻ വിഴുങ്ങാൻ പോവുകയാണ്. മോളെ, എന്നോട് കളിക്കല്ലേ, എനിക്കും വിഴുങ്ങാൻ അറിയാം. അയ്യോ, എന്റെ മാന്ത്രിക ചുണ്ട് ഒടിഞ്ഞേ. ഇത് ഞാൻ എങ്ങനെ ഇര പിടിക്കും? അയ്യോ, ഇനി നിന്നെ കൊണ്ട് ആർക്കും ഒരു ശല്യവും ഉണ്ടാവില്ല. അതാരായിരുന്നെന്നോ?
എന്റെ അപ്പൂപ്പൻ. അപ്പൂപ്പൻ ഭയങ്കരനാ. എന്നെ പോലെ. ചിരിച്ചതൊക്കെ മതി. നിങ്ങൾ പൊയ്ക്കോ. ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ. ശരി പാമ്പാവാ. അത്യാഗ്രഹമാണ് കൊക്കിനെ ആപത്തിൽ ചാടിച്ചത്. ശരിയാ, നല്ല കഥ. മുത്തശ്ശി, ഒരു കഥ പറഞ്ഞു തരാമോ? ഓ, അതിനെന്താ, എന്റെ പൊന്നുമോൾക്ക് മുത്തശ്ശി എത്ര കഥ വേണമെങ്കിലും പറഞ്ഞു തരാലോ. ഒരിടത്ത് ദാമു എന്നു പേരുള്ള ഒരു തയ്യൽക്കാരൻ ഉണ്ടായിരുന്നു. നല്ലവനായ ദാമുവിനെ ആ നാട്ടിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ദാമുവിന് ഒരു മകനുണ്ട്, സോമു. തയ്യൽക്കടയിൽ അച്ഛനെ സഹായിക്കുന്നതായിരുന്നു സോമുവിന്റെ ജോലി. അച്ഛനെ പോലെ പാവൊന്നും ആയിരുന്നില്ല സോമു. അവൻ ദേഷ്യക്കാരനായിരുന്നു. അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്തു പറ്റിയാവോ? കുറച്ചു നേരമായല്ലോ അച്ഛൻ വഴിയിലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. അച്ഛൻ ആരെയാ? അവനെ, ആ കേശവൻകുട്ടിയെ. അതിന് കേശവൻകുട്ടി എന്ന പേരുള്ള ആരും ഇവിടെ തയ്ക്കാൻ തന്നിട്ടില്ലല്ലോ. കേടാ മോനെ, ഞാൻ എപ്പോഴും പഴം കൊടുക്കുന്ന ആ ആനയില്ലേ, അവനാ കേശവൻകുട്ടി. അത് ശരി, കേശവൻകുട്ടി എന്നായിരുന്നു ആനയുടെ പേര്. വെറുതെ എന്തിനാ അച്ഛാ ആനയ്ക്ക് പഴം വാങ്ങിക്കൊടുത്ത് കാശ് കളയുന്നത്? മോനെ സോമു, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയ നല്ല അനുഭവങ്ങൾ. കേശവൻകുട്ടിക്ക് പഴം കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നോ. വാ, നിനക്കുള്ള പഴം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നശിച്ച ആന ഇതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ഈ പഴം മുഴുവൻ എനിക്ക് തിന്നാമായിരുന്നു. മുഴുവനും തിന്നോടാ കേശവൻകുട്ടി, നല്ല ഏത്തപ്പഴമാ. ഈ ആന ഒരു പഴക്കൊതിയന, കണ്ടില്ലേ എല്ലാം ഒറ്റയടിക്ക് വിഴുങ്ങിയത്. ഇവന് പഴമല്ല, സൂചി കൊണ്ടൊരു കുത്താണ് കൊടുക്കേണ്ടത്. എന്നാ പിന്നെ കേശവൻകുട്ടി പുഴയിലേക്ക് പൊക്കോ. നാളെ നിനക്ക് ഞാൻ നല്ല പൂവമ്പഴം വാങ്ങി വെക്കാം. എടാ ദാമുവേ, എന്റെ ചട്ട തയ്ച്ചോടാ മോനെ. ചാട്ടയോ? ചാട്ടയല്ല മോനെ, ചട്ട. ഇന്ന് തയ്ച്ചു തരാന്നാ നിന്റെ അച്ഛൻ ദാമു പറഞ്ഞത്. ഇന്നാണെങ്കി എനിക്കൊരു കല്യാണത്തിനും പോകണം. അതിനെന്താ, പൊയ്ക്കോളൂ. എടാ മോനെ, ഈ ചട്ട തച്ചു കിട്ടി അതിട്ടോണ്ട് വേണം പോകാൻ. അതെന്തായാലും നടക്കില്ല. ചട്ടയ്ക്കുള്ള തുണി വെട്ടിയിട്ട് പോലുമില്ല. മാത്രമല്ല അച്ഛൻ ഇന്ന് വൈകിയേ വരൂ. എന്തായാലും എനിക്ക് എന്റെ ചട്ട തച്ചു കിട്ടണം. അതും കൊണ്ട് ഞാൻ ഇന്ന് പോകുന്നുള്ളൂ. എന്താ ഇത്? അയ്യോ, ആന കൊത്താൻ വരുന്നേ. പേടിക്കണ്ട, ആന ഒന്നും ചെയ്യില്ല. ഇന്നും നീ പഴം തിന്നാൻ ഇവിടെ നിന്നോ? കൊള്ളാം. പഴമൊക്കെ തിന്നിട്ട് നീ പതിയെ കുളക്കരയിലേക്ക് വാ, ഞാൻ മുമ്പേ പോവാ. തുമ്പി നീട്ടിപ്പിടിച്ചൊന്നും നിൽക്കണ്ട, അച്ഛൻ ഇവിടെ ഇല്ല. വേഗം സ്ഥലം വിട്ടോ. ഒച്ച വെച്ചിട്ട് ഒരു കാര്യവും പൊയ്ക്കോ വേഗം. പറഞ്ഞ അനുസരിക്കില്ല അല്ലേ? നിന്നെ ഓടിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, അടുത്ത മോനെ, ആനയെ സൂചി കൊണ്ട് കുത്തല്ലേ. മിണ്ടരുത്. എന്ത് വേണമെന്ന് എനിക്കറിയാം. കുത്തല്ലേ മോനെ. നിനക്ക് ഇതിരിക്കട്ടെ. എന്റെ അടുത്ത് ആനയുടെ ഓരോ അഭ്യാസവും നടക്കില്ല. കുത്തു കിട്ടിയപ്പോ കരഞ്ഞുകൊണ്ട് ഓടിയത് കണ്ടില്ലേ? ഇനി അവൻ ഈ വഴിക്ക് വരില്ല. അച്ഛൻ വരുമ്പോഴേക്ക് ഒരു ചായ കുടിച്ചു വരാം. എടാ മോനെ, നീ പോവാണോ? ഞാനൊരു ചായ കുടിക്കാൻ പോവുക. അപ്പോ എന്റെ ചട്ടയോ? ചട്ട ഇന്ന് കിട്ടില്ല, നിങ്ങൾ പോയിട്ട് പിന്നെ വാ. എന്റെ ദൈവമേ, കല്യാണത്തിന് പോക്ക് മുടങ്ങിയല്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ പോലീസുകാരന്റെ ഉടുപ്പ് കൊടുക്കണം. ഇല്ലെങ്കിൽ അയാൾ എന്നെ ശരിയാക്കും. നീ വീണ്ടും വന്നോ? കിട്ടിയതൊന്നും മതിയായില്ലേ? സൂചി കൊണ്ടുള്ള കുത്ത് ഇനിയും വേണോ?
അയ്യോ എല്ലാം നനഞ്ഞല്ലോ. ഈ ആനക്കെന്താ മതവിളകിയോ? അയ്യോ ഓടിവായോ, ഈ ആന എന്റെ കട തകർക്കുന്നേ. അയ്യോ ഓടിവായോ. കേശവൻകുട്ടി വേണ്ടടാ, ഞാൻ വരാൻ അല്പം വൈകിപ്പോഴേക്കും എന്തിനാ കേശവൻകുട്ടി നീ അതിക്രമം കാട്ടിയത്? അതിക്രമം കാട്ടിയത് കേശവൻകുട്ടിയല്ല, നിങ്ങളുടെ മകനാ. സൂചി കൊണ്ട് കേശവൻകുട്ടിയുടെ തുമ്പിക്കൈയിൽ ഇവൻ കുത്തി. അച്ഛാ എന്നോട് ക്ഷമിക്ക്, ഞാൻ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു. മോനെ, കോപത്തിലുള്ള എടുത്തുചാട്ടം കൊണ്ട് നമുക്ക് ശത്രുക്കളെയേ നേടാൻ പറ്റൂ. എന്നാൽ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് ഏത് കൊലകൊമ്പനെയും കീഴടക്കാൻ പറ്റുമെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? അച്ഛാ എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഉത്തരം ഞാൻ പറയാം. ആലോചിച്ചു പറയണം. ഉത്തരം തെറ്റിയാൽ പോയിന്റ് അവർക്കാ. മത്തങ്ങ. ആ, ഉത്തരം ശരിയാണ്. ഇപ്പോ പോയിന്റ് നില 4-4. പുതുമ്പി കുർലമ്മി ജലഗല കൂമ പുതുമ്പി കുർലമ്മി ജലഗല കൂമ തനന തനനന തനനന ഓഹോ തനന തനനന തനനന തനന തനനന തനനന ഓഹോ തനന തനനന തനനന. ആ ശംഖുമുയൽ വരുന്നുണ്ട്. ഹോ, എന്നാൽ പിന്നെ കളിയെല്ലാം അലങ്കോലമായത് തന്നെ. എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? ഏയ്, ഒന്നുമില്ല ചങ്കു. നമ്മളെല്ലാവരും കൂടി കടങ്കഥ മത്സരം കളിക്കുകയാ. കടങ്കഥയോ? കൊള്ളാമല്ലോ. എന്നാൽ ഞാനും കൂടാം. ആട്ടെ, ആരൊക്കെയാ ടീം? ഞങ്ങൾ 3 പേരും ഒരു ടീം. ഞാനും ആനക്കുട്ടനും അമ്മച്ചാറും ഒരു ടീം. അപ്പോ ശങ്കു ഏത് ടീമിലാ? എനിക്കോ? എനിക്ക് ടീമൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. നിങ്ങൾ എല്ലാവരും ഒരു ടീം ആയിക്കോ. അത് വേണോ? അത് മതി. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിയുള്ള ആരുണ്ട് ഈ കൂട്ടത്തിൽ? എന്നാൽ പിടിച്ചോ ആദ്യത്തെ ചോദ്യം. റെഡി? കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. പിടികിട്ടി. ഉത്തരം കുരങ്ങനുണ്ണി. ഞാനോ? അല്ല. ഇനി ഉത്തരം ഞാനായിരിക്കുമോ? മണ്ടന്മാർ. ആർക്കും അറിയില്ലേ? എന്നാൽ ഞാൻ തന്നെ പറയട്ടെ. ഉത്തരം ഞാൻ പറയാം. നീയോ? പറ. കുട. ഉത്തരം ശരിയാണ്. ജയ് ആമച്ചേട്ടൻ കീ ജയ്. ആമച്ചേട്ടൻ കീ ജയ്. എന്നാൽ ഇതാ പിടിച്ചോ അടുത്ത ചോദ്യം. കറുപ്പാണ് എന്റെ നിറം. എവിടെ പോയാലും ഞാനുണ്ട് നിന്റെ കൂടെ. പറ. എന്താ? കറുപ്പാണ് എന്റെ നിറം. എവിടെ പോയാലും ഞാനുണ്ട് നിന്റെ കൂടെ. ഭൂതം. ഒന്ന് പോടേ. അതൊന്നുമല്ല ഉത്തരം. എന്താ അമ്മച്ചാരെ, ഇതിന്റെ ഉത്തരവും നിനക്കറിയാമോ? അറിയാം. അതും നിനക്കറിയാമോ? ഉത്തരം നിഴൽ. ഉത്തരം ശരിയാണ്. ആമച്ചേട്ടൻ കീ ജയ്. ആമച്ചേട്ടൻ കീ ജയ്. മല പോലെ വന്ന ചങ്കുമുയൽ എലി പോലെയായി. അല്ലേലും വെള്ളത്തിൽ കിടക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിയാ. അവന്റെ ഒരു ബുദ്ധി. എടോ ആമച്ചാരെ, എന്നാൽ എന്നെ ഓട്ട മത്സരത്തിൽ തോൽപ്പിക്കാൻ നിനക്ക് കഴിയുമോ? കുരുവിപ്പെണ്ണിന് പറ്റും. ചങ്കുനെ ഞാൻ പറന്ന് തോൽപ്പിക്കും. നിന്നോടല്ല മത്സരം, ഇവനോട്, ഈ ബുദ്ധിമാനോട്. ഇവൻ ബുദ്ധി കൊണ്ടോടട്ടെ. അല്ല പിന്നെ ബുദ്ധി കൊണ്ടോടുന്നത് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, എന്തു പറയുന്നു? ഓടുന്നുവോ അതോ തോൽവി സമ്മതിക്കുന്നോ? അയ്യോ വേണ്ട, മത്സരത്തിനൊന്നും ഞാനില്ല.
ഇല്ലില്ല, അമ്മച്ചാർ ഓടും. ആമച്ചാർ തന്നെ ജയിക്കുകയും ചെയ്യും. ജയിക്കും ആമച്ചാരെ. നമ്മൾ മനസ്സ് വച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആമച്ചാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ശംഖുമുയൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ്. ഏയ്, പിന്മാറാൻ ഇനിയും സമയമുണ്ട്. എന്തു പറയുന്നു? ഓടാൻ തയ്യാറാണല്ലോ അല്ലേ? അതെ, ഞാൻ തയ്യാറാണ്. ഇതാ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഓടേണ്ട വഴികൾ: തോട്ടിൻകര വഴി, മുട്ടക്കുന്ന് കയറി, തവളക്കുളം ചുറ്റി, ക്യാരറ്റിൻകാട് കറങ്ങി തിരികെ ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. വിസിൽ മുഴങ്ങിയാൽ ഓട്ടം തുടങ്ങണം. റെഡി? പുത്തുമ്പി കുർലമ്മി ജലഗല കൂമ, പുത്തുമ്പി കുർലമ്മി ജലഗല കൂമ, തൊട്ടൻകര വഴി. മുട്ടക്കുന്നു കയറി. കയറിക്കോ കയറിക്കോ, കയറട്ടങ്ങനെ കയറട്ടെ. തവളക്കുളം കറങ്ങി, കറങ്ങിക്കോളൂ കറങ്ങിക്കോളൂ. ക്യാരറ്റിൻകാട് ചുറ്റി. ക്യാരറ്റിൻകാട് ചുറ്റണോ? അല്പ കഴിച്ചിട്ട് ചുറ്റാം. വയറ് നിറഞ്ഞ സ്ഥിതിക്ക് അല്പമൊന്ന് മയങ്ങാം. അവൻ ഓടി എത്തുമ്പോഴേക്കും നേരം ഇരുട്ടി വെളുക്കും. ആമച്ചേട്ടൻ ജയ്, ആമച്ചേട്ടൻ ജയ്, ആമച്ചേട്ടൻ, ആമച്ചേട്ടൻ കീ. ഇവിടെ എന്ത് സംഭവിച്ചു? ആമച്ചേട്ടൻ ജയ്, ആമച്ചേട്ടൻ കീ, ആമച്ചേട്ടൻ കീ, ആമച്ചേട്ടൻ കീ, ജയ്.